വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ അസൈൻമെൻറ്റ് രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ടെണ്ണത്തിൽ മിക്കവരും അസൈൻമെൻറ്റ് എനിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ എന്ന അനാലിസിസ് വെച്ച് തന്നെ ഹയർ ഡിഗ്രിയിലുള്ള പ്രോബ്ലംസാണ് ചെയ്യുന്നത്. 2018 ഇത്തരമൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വി വിൽ ഡീൽ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ അറ്റ് ദിസ് പോയിന്റ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ടു ബി ഡിസൈൻഡ്. സോ ഹീറ്റ് എക്സ്ചേഞ്ച് ഡിസൈൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് HMT എന്ന് പറയുന്നത് ഡിസൈൻ സബ്ജക്റ്റാണ്. ഇതുപോലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ഒരു ഫിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ദിസ് ഇസ് ബേസിക്കലി ഡിസൈൻ സബ്ജക്റ്റ്, തെർമൽ ഡിസൈൻ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ടു ബി ഡിസൈൻഡ് ടു കണ്ടൻസ് ആൻ ഓർഗാനിക് വേപ്പർ. സോ എന്തിനാണ് കണ്ടൻസ് ചെയ്യുന്നത്? ഓർഗാനിക് വേപ്പർ പുറത്തോട്ട് വരുന്നുണ്ട് അറ്റ് എ റേറ്റ്. ഈ ഓർഗാനിക് വേപ്പർ എന്ന് പറയുന്നത് ചില ഫാക്ടറികളിൽ ഏതെങ്കിലും ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകുന്ന സാധനത്തിന് എന്ത് ചെയ്യണം? കണ്ടൻസ് ചെയ്ത് ഒരിക്കലും പുറത്തോട്ട് കളയാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കണ്ടൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ റിട്രൈവ് ചെയ്യണം. സോ ഓർഗാനിക് വേപ്പർ അറ്റ് എ റേറ്റ് ഓഫ് 500 കിലോഗ്രാം പെർ മിനിറ്റ്. അപ്പം കണ്ടൻസ് ചെയ്യണം എന്തിനാ? ഓർഗാനിക് വേപ്പർ എത്ര? 500 കിലോഗ്രാം പെർ മിനിറ്റ്. യൂണിറ്റ്സ് എല്ലാം നമ്മൾ ഓർത്ത് വെച്ചോണം, കാരണം അത് ചിലപ്പോൾ സെക്കൻഡിൽ വരാം. അപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി വേണം. വിച്ച് ഈസ് അവൈലബിൾ അറ്റ് ഇറ്റ്സ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ 355 കെൽവിൻ. അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 355 കെൽവിനാണ്. അപ്പം ഈ പറയുന്ന സാധനത്തിനകത്തുനിന്ന് നമുക്ക് കണ്ടൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹീറ്റ് എടുക്കണം. ഹീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ കൂളിംഗ് വാട്ടർ. ആ കൂളിംഗ് വാട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് എത്രയാണ് ടെമ്പറേച്ചർ? 286 കെൽവിനാണ്. 286 കെൽവിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 273 പ്ലസ് 13 ഡിഗ്രി സെൽഷ്യസ്. 13 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം കടന്നു വന്ന് ഈസ് അവൈലബിൾ. അതാണ് അവൈലബിൾ ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള റിവറിൽ നിന്നാകാം, എന്തും ആയിക്കോട്ടെ. അവിടെ നമുക്ക് ഒരു കൂളിംഗ് ടവർ എന്തെങ്കിലും ആയിട്ട് അവിടെ നിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫ്ലോ, അതിൻ്റെ ഫ്ലോ റേറ്റ് പറയുന്നുണ്ട് എത്രയാണ്? 60 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് ഭംഗിയായിട്ട് പറയുന്നുണ്ട് 475 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കുന്നതാണ് ഓർഗാനിക് വേപ്പറിന്റെ ഈ പറയുന്ന ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എന്താണ്? 600 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ, കണ്ടൻസേറ്റ് ചെയ്യുമ്പം പെർ കിലോഗ്രാമിന് എന്തുമാത്രം ഹീറ്റ് അത് പുറന്തള്ളും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എത്രയാണ്? 600 കിലോ ജൂൾ പെർ കിലോഗ്രാം. എന്തുമാത്രമുണ്ട്? മിനിറ്റിൽ 500 കിലോഗ്രാം പെർ മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് കണ്ടൻസ് ചെയ്യണം. 1 കിലോഗ്രാം കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തുമാത്രം ഹീറ്റ് അത് റിജക്ട് ചെയ്യുന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇനി നമ്മുടെ അടുത്ത് പറയുന്നത് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ. നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ട്യൂബ്സ് റിക്വയർഡ്, എന്തുമാത്രം ട്യൂബ് വേണം. ഈ 25 mm ഔട്ട് ഡയമീറ്റർ ആൻഡ് 2 mm തിക്ക് ആൻഡ് 4.87 meter ലോങ് ട്യൂബ് ആർ അവൈലബിൾ. അപ്പോൾ ഇത്രയും ട്യൂബ്സ് ആണ് നമ്മുടെ ആ ട്യൂബിന്റെ സ്പെസിഫിക്കേഷൻ നമ്മുടെ അടുത്ത് പറയുന്നത്. എന്താണ്? 25 mm ഔട്ട് ഡയമീറ്റർ, 2 mm തിക്ക് ആൻഡ് 4.87 meter ലോങ് ട്യൂബ് ആർ അവൈലബിൾ. അപ്പോൾ അത്രയും നമ്മുടെ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the number of tube passes if the velocity of water should not exceed 2 meter per second. അപ്പോൾ അതിനെക്കുറിച്ചും ഒരു ധാരണ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താ കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ട്യൂബ്സ്. 2 നമ്പർ ഓഫ് ട്യൂബ് പാസ്. അപ്പോൾ എന്താണിത്? അങ്ങോട്ട് പോയി ഒന്ന് തിരിച്ചു വന്നു. ഒരു ഷെൽ ആൻഡ് ട്യൂബ് അറേഞ്ച്മെന്റ് ആണ് അല്ലെ? അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. എത്ര പ്രാവശ്യം പോകുന്നു? 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഈ ഏതാ കണ്ടീഷൻ പറയുന്നുണ്ട്? വെലോസിറ്റി ഷുഡ് നോട്ട് എക്സീഡ്, എന്തിന്റെ? വാട്ടറിന്റെ ഷുഡ് നോട്ട് എക്സീഡ് 2 meter per second. ഐ തിങ്ക് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. സോ ഇതിനെക്കുറിച്ച് നമ്മളിപ്പം ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എത്ര ട്യൂബ് വേണം, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ട്യൂബിന് എന്താണ് എത്ര പാസ് കൊടുക്കണം എന്നുള്ള കാര്യം, എത്ര പ്രാവശ്യം നമ്മൾ ഇതിനകത്തോടെ ചുറ്റി വെക്കണം എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ. സോ ഈ പ്രോബ്ലത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഓർഗാനിക് വേപ്പറിന്റെ അവൈലബിലിറ്റി. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇതിന് കണ്ടൻസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്.
കണ്ടൻസേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് റിജക്ട് സം എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇത് റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കം ഇൻ കോണ്ടാക്ട് വിത്ത് എ കൂളിംഗ് വാട്ടർ വിച്ച് ഈസ് ഹാവിംഗ് എ ലോവർ ടെമ്പറേച്ചർ. കൂളിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ആ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറയും. സോ ദിസ് ഇസ് ദ കൂളിംഗ് വാട്ടർ. കൂളിംഗ് വാട്ടർ ഈ പറയുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി ഇറ്റ് ഗോസ് ഓൺ അല്ലെ, ഇൻക്രീസസ്. സോ ഇതിന്റെ അവൈലബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 13 ഡിഗ്രി സെൽഷ്യസും ഇതിന്റെ നമുക്കറിയാം ആ പറയുന്ന കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 355 കെൽവിനിലാണ്. അപ്പം അതെന്ന് പറയുന്നത് 82 ഡിഗ്രി സെൽഷ്യസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇൻ ജനറൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദിസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പം ഇത് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് ഒരു ഷെൽ ആൻഡ് ട്യൂബ് അറേഞ്ച്മെന്റ് ആണ്. കാരണം ട്യൂബ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് ആദ്യമേ ഓർത്തോണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായി ഒരു കോൺസെൻട്രേറ്റ് ട്യൂബ് ആകാം. അപ്പം ഇവിടെ എന്താണ് ട്യൂബ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് മനസ്സിലാക്കി. ഇനി ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നോക്കി ഇത് ഇങ്ങോട്ട് പോയി ഒരു ഷെല്ലിനകത്ത് നമ്മുടെ ഈ പറയുന്ന കൂളിംഗ് വാട്ടർ കടത്തി വിടുക. നമ്മുടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വരുമ്പോൾ നമ്മുടെ സ്റ്റീം വരിക അല്ലെ, നമ്മുടെ സ്റ്റീം അല്ലെങ്കിൽ ഓർഗാനിക് വേപ്പർ വരികയാണ്. ഓർഗാനിക് വേപ്പർ വരികയാണ്. വേപ്പർ വന്നു കഴിയുമ്പോൾ എന്താണ് ഇതിനകത്തോടെ വന്നിട്ട് ഈ പറയുന്ന കൂളിംഗ് വാട്ടർ അല്ലെ, വാട്ടർ ഇതിൽ വരുന്നുണ്ട്. വാട്ടർ ഇതിലെ വന്ന് ഇതിലെ പോവാണ് കൂളിംഗ് വാട്ടർ. സോ ഈ ഷെല്ലിനകത്തുനിന്ന് എന്താ സംഭവിക്കുക? ഇതിലൂടെ ഇറങ്ങി പോകുമ്പോൾ ഓർഗാനിക് വേപ്പർ ഇതിലൂടെ ഇറങ്ങി പോകുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. അപ്പൊ 82 ഡിഗ്രി സെൽഷ്യസ് വരുന്ന സാധനം ഈ പറയുന്ന 13 ഡിഗ്രി ആയിട്ടുള്ള വെള്ളവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് ഇങ്ങോട്ട് കൊടുക്കുകയും ഇത് എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് പോവുകയും ചെയ്യും പുറത്തോട്ട് അല്ലെ. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഇവിടെ നമുക്കറിയാം ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് പോകും. അപ്പം എത്രയാണ്? 2 പാസ്. ഇത് 2 പാസ് ആണോ 3 പാസ് ആണോ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നു വെച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടെ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പുറത്തോട്ട് പോകും. അപ്പൊ 3 പാസ് ആയി. അപ്പം എന്തായാലും നമുക്ക് ഇതിനകത്ത് എത്ര ട്യൂബ് ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാം. നോക്കി ഈ സൈഡിൽ ഞാൻ ഇതിനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കാൻ പോവാണ്. ഫ്രം ദിസ് എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ട്യൂബ് കാണാൻ പറ്റും? ഒരു ട്യൂബ് അല്ലെ, ഇവിടെ ഒരു സർക്കുലർ പോയിന്റ് കാണാൻ പറ്റും. ദിസ് 1 ദിസ് 2. അപ്പൊ 2 ട്യൂബ് കാണാൻ പറ്റും. അപ്പം 2 ട്യൂബ് എത്ര പാസ്സാണ് ഇവിടെ? 2 പാസ്. ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും, എനിക്കറിയത്തില്ല. സോ ദിസ് ഇസ് വാട്ട് ഹൗ ദ ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇനി നമുക്ക് നോക്കി ഈ പറയുന്ന സാധനം ഇവിടെ വന്നു. ഇപ്പം ഇവിടുന്ന് പുറത്തോട്ട് എടുക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് വളച്ചത് ഇങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെയാണ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായി? എത്ര ട്യൂബായി? 1 2 3 ട്യൂബ് എത്ര പാസ്സായി? 3 പാസ്സായി. പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ പറയുന്ന സാധനത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ ഞാൻ കൊണ്ടുവരാം. അപ്പം ഇവിടെ തന്നെ എത്ര വരുന്നു? 3. ഇവിടെ എത്ര വരും? 6. ഇവിടെ എത്ര വരും? 9 അല്ലെ. 3 പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 6 പിന്നെ 3 ആണെങ്കിൽ 9. അപ്പം ഇതിനകത്ത് 9 ട്യൂബ് ആകാം. 9 ട്യൂബും 3 പാസുകളാകും. അപ്പം ഈ പറയുന്ന സാധനം ഇവിടെ നിന്ന് എന്തുമാത്രം ഇത് കട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ എത്ര ട്യൂബ് ഉണ്ടെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ കൗണ്ട് ഓഫ് ദ ട്യൂബ്. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ്. എന്താണ്? നമ്പർ ഓഫ് ട്യൂബ്സ്. എത്ര ട്യൂബ്സ് ഉണ്ട്, രണ്ടാമത് എത്ര പാസ് ഉണ്ട്. ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഐ തിങ്ക് ദ ബേസിക് കൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇവിടെ തന്നേക്കുന്ന ഡേറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഡി ഔട്ടർ എന്ന് വന്നിട്ടുണ്ട്, അത് 25 mm എന്നാണ്. അപ്പം ഔട്ടർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ട്യൂബിന്റെ ഔട്ടർ ഫ്രം ദ സെന്റർ 25 mm എന്ന് വന്നിട്ടുണ്ട്. ശരി. ഇനി ഇതിന്റെ തിക്നെസ് 2 mm എന്ന് വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പൈപ്പിന്റെ തിക്നെസ് ആണ് എത്ര? 2 mm എന്ന് പറയുന്നത്. മുകളിലും താഴെയും 2 mm എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ മുകളിലും താഴെയും 2 വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഇന്നർ എത്രയാവും? ഇതിന്റെ ഇന്നർ എന്ന് പറയുന്നത് 21, അപ്പൊ ഔട്ടർ 25, ഇന്നർ
21 mm ആവും. അപ്പം അത് ഏകദേശം ധാരണയായി. ഇനി L എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4.87 മീറ്റർ ആണ്. വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. TC1 അതായത് കോൾഡ് ഫ്ലൂയിഡിന്റെ വരുന്ന ഇന്നർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ്. TH1 is equal to TH2 is equal to T saturation of the hot fluid is, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ 82 ഡിഗ്രി സെൽഷ്യസിൽ അത് വരുന്നു, ഇത് 13 ഡിഗ്രി സെൽഷ്യസിൽ ഇത് വരുന്നു. യു ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ഇതിൽ നിന്ന് ഹീറ്റ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ് 475 വാട്ട് പെർ മീറ്റർ കെൽവിൻ. HFG എന്ന് പറയുന്നത് എത്രയാണ്? HFG എന്താണ്? കണ്ടൻസേഷൻ ലെവൽ. അതായത് ഈ പറയുന്ന ഹീറ്റ് ഈ പറയുന്ന കൂളിംഗ് വാട്ടറിലേക്ക് കൊടുക്കുമ്പോൾ എന്തുമാത്രം ഹീറ്റ് അത് റിലീസ് ചെയ്യുന്നതാണ് HFG എന്ന് പറയുന്നത്. MH ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ് എത്രയാണ്? ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന ഈ പറയുന്ന ഓർഗാനിക് ലിക്വിഡ് ആകാം, വേപ്പർ ആകാം. അതിൻ്റെത് നമുക്ക് പെർ സെക്കൻഡ് ആക്കണം. സോ 500 divided by 60 and MC of whole fluid, that is 60 divided by kilogram per second. So this is what the given data. I think it's clear. So ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന സൊല്യൂഷനിലേക്ക് കടക്കണം. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? the number of tubes required. So number of tubes കണ്ടുപിടിക്കാനാണ് നമുക്ക് ആദ്യത്തെ പ്രോബ്ലം പറയുന്നത്. So let's look what is going to happen. So given data കിട്ടി. ഈ നോക്കി നമുക്ക് എന്താ വേണ്ട? ആദ്യം number of tubes required. So that should be termed as A. Heat loss by the vapor. ഇതിന് ഞാനൊരു ചെറിയൊരു ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡ്, അതായത് ഓർഗാനിക് ഫ്ലൂയിഡ്. അത് 82 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. ഇത് വരുന്നത് 13 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഹീറ്റ് എങ്ങോട്ട് വരും? കോൾഡ് ഫ്ലൂയിഡിലേക്ക് വരും എന്ന് പറഞ്ഞു. സോ ഹീറ്റ് ലോസ് ബൈ ദ വേപ്പർ, ആ പറയുന്ന ഓർഗാനിക് വേപ്പറിൽ നിന്ന് ഹീറ്റ് ഗെയിൻ ബൈ ദ വാട്ടർ. നമുക്കറിയാം ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു കണ്ടൻസേഷൻ പ്രോസസ് ആണ്. അതുകൊണ്ട് നമുക്ക് MHFG എന്ന് എഴുതാം, അല്ലെ? മാസ് ഫ്ലോ റേറ്റ് എത്രയാണ് കാണിക്കുന്നത്? 8.33 കിലോഗ്രാം പെർ സെക്കൻഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇൻറ്റു 600 600 എന്ന് HFG ഇവിടെ പറയുന്നുണ്ട് 600 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് പറയുന്നത്. സോ ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ ഫോർ ദ ഹോൾ മാസ് വിച്ച് ഇസ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ അത് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടുന്ന് വരുന്ന ഹീറ്റ് ആണല്ലോ ഇത് കണ്ടൻസ് ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റാണ് ആരെടുക്കുക? ഈ പറയുന്ന കൂളിംഗ് വാട്ടർ എടുക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 60. അതാണ് എന്ത്? ഈ പറയുന്ന വാട്ടറിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റു CP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4.18 ആണ് ഫോർ വാട്ടർ. ഇൻറ്റു TC2 മൈനസ് TC1. ഓക്കെ, TC2 ഇതാണ് എന്ത്? TC2, this is TC1. അതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 13 ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യു ക്യാൻ ഫൈൻഡ് ദ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 32.9 ഡിഗ്രി സെൽഷ്യസ്. അവിടെ നിന്ന് നമുക്ക് ആ കാര്യം കിട്ടി. ഇങ്ങനെ നോക്കി LMTD എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് θ1, ദിസ് ഈസ് θ2. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഇൻലെറ്റ് മൈനസ് ഔട്ട്ലെറ്റ് എന്ന് നോക്കിയാൽ മതി. കേട്ടല്ലോ, ലെഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും എപ്പോഴും ഓർക്കുക ഇൻലെറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് മൈനസ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. സോ 8.33 ഇൻറ്റു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കിട്ടി. LMTD നമുക്ക് കണ്ടുപിടിക്കാം. θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ log θ1 ഡിവൈഡ് ബൈ θ2. എന്താണ് θ1 എന്ന് പറയുന്നത്? 82 മൈനസ് 13 ഡിഗ്രി. θ2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 82 മൈനസ് ദിസ് 32.9 ഡിഗ്രി സെൽഷ്യസ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 58.5 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയായി. അപ്പോൾ അതും നമുക്ക് ഇവിടെ കിട്ടി. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് Q is equal to, നമുക്കറിയാം ഈ പറയുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു UA LMTD ആണെന്ന് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഫ്രം ഹിയർ Q is equal to UA LMTD. ഓക്കെ, മാസ് എന്ന് പറയുന്നത് 8.33 ഇൻറ്റു 600 ഇൻറ്റു 10⁻3. കാരണം എന്താണ്? ഈ പറയുന്ന 600 എന്ന് പറയുന്നത് കിലോ ജൂളാണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻറ്റു ജൂൾ.
ഈസ് ഇറ്റ്? സോ അതെന്താ കാരണം എന്താണ്? യു എന്ന് പറയുന്നത് വാട്ടിലാണ്, കിലോ വാട്ടിലല്ല, വാട്ടിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ എന്താക്കണം? ഈ പറയുന്ന ജൂളിലോട്ട് ആക്കേണ്ടതായിട്ടാണ്. പിന്നെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഏരിയക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് പൈ d0 L ഇൻറ്റു എൻ. അതായത് പൈ d0 എന്ന് പറയുന്നത് ഔട്ടർ പൈപ്പിന്റെ ഡയമീറ്റർ. കാരണം ആ ഒരു സർഫസ് ആണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെ? അതാണ് എപ്പോഴും ആ മറ്റേ ഫ്ലൂയിഡുമായിട്ട് കോൺടാക്ട് വരുന്നത്, ഔട്ടർ ഫ്ലൂയിഡ്. അപ്പം ആ പറയുന്ന ഡയമീറ്റർ എന്ന് വേണം മനസ്സിലാൻ. പൈ ഡി എൽ ഇൻറ്റു അതെങ്ങനെയാണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ലെങ്ത്. ദാറ്റ് ഷുഡ് ബി ദ ഏരിയ. സോ പൈ d0 ഇൻറ്റു എൽ ഇൻറ്റു എൻ എത്ര പ്രാവശ്യമുണ്ടോ, സോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ട്യൂബ്സ് റിക്വയർഡ്. ഇത് ഒരെണ്ണത്തിന്റെ ആണെന്നല്ല, ഒരെണ്ണമാണോ വേണ്ട? അല്ല, മൾട്ടിപ്പിൾ ട്യൂബ്സ്. അപ്പൊ എത്ര ട്യൂബ് ഉണ്ടെന്ന് നമുക്ക് n വെച്ച് into LMTD. So on substitution you will get n is equal to 470 tubes. I think it's clear. Now we are going to find next the number of tube passes. So you get the value 470 tubes. You have to find number of passes. ഇതിപ്പം 1 2 3 4 ഒക്കെ ആകാം. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. So our second question is number of tube passes. ഇതിന്റെ ഇക്വേഷൻ നോക്കി നമ്മൾ നോക്കേണ്ടത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആണ് നോക്കേണ്ടത്. കോൾഡ് ഫ്ലൂയിഡ് ഇസ് ഈക്വൽ ടു ഇതെന്താ സാധനം? മാസ് ഫ്ലോ റേറ്റ്. ദിസ് ഇസ് മൈ ഏരിയ, ദിസ് ഇസ് മൈ വെലോസിറ്റി ആൻഡ് ദിസ് ഇസ് മൈ ഡെൻസിറ്റി. എങ്ങനെ കിട്ടി? ഈ പറയുന്ന ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താവും? മാസാവും. അപ്പം ഈ വോളിയം പെർ യൂണിറ്റ് ടൈമാണ്. അപ്പം കാരണം എന്താണ്? നോക്കി, എം സ്ക്വയർ അല്ലെ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഈ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മീറ്റർ ക്യൂബ് പോയി യു വിൽ ഗെറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ്. അതാണ് എന്ത്? ഈ പറയുന്ന എം ഡോട്ട്. അപ്പം ആ പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ മനസ്സിലായി കാണും. എന്താണ്? വെലോസിറ്റി ഇൻറ്റു area into density, that will give the mass flow rate. Now di ആണ് നമ്മൾ എടുത്തത്. കാരണം എന്താണ്? ഈ പറയുന്ന ട്യൂബിന് അകത്തൂടെയാണ് എന്ത്? ഈ മാസ് ഫ്ലോ ചെയ്യുന്നത്. സോ ദ പൈപ്പ് ഷുഡ് ബി കൺസിഡർഡ് ദ ഇൻലെറ്റ് ഡയമീറ്റർ. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടാണ് 25 മൈനസ് 2 പ്ലസ് 2 രണ്ടിടത്ത് തിക്നെസ് പറയുന്നത്. അത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? 21 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കിട്ടും. അപ്പം അതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലായി. അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. മൾട്ടിപ്ലൈഡ് ബൈ 2, ദാറ്റ് ഇസ് ദ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇൻറ്റു 1000, ദാറ്റ് ഇസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു NP. അതായത് ഒരു പാസിൽ എന്തുമാത്രം ട്യൂബ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകാം. അതായത് നമ്മുടെ ഈ പറയുന്ന വെള്ളം ഇങ്ങോട്ട് പോകുന്നു. വെള്ളം പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് 60 കിലോഗ്രാം പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഡയമീറ്ററും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഒരു പാസിൽ എന്തുമാത്രം ട്യൂബ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണിത്. അപ്പം നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NP is equal to 95. ഒരു പാസിൽ ഇത്രയുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ട്യൂബ്സ് ഇതിനകത്തുള്ളത് എത്രയാണ്? 470 ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ട്യൂബ്സ് എത്രയാണ്? 470 ആണ്. ഒരു ഡയറക്ഷനിലുള്ളത് എത്രയാണ്? 95.5 ആണ്. So you will get approximately that is equal to 5. So 5 പാസ് ഉണ്ട്. അതായത് ഒന്ന് ഇങ്ങോട്ട് പോയി, അതായത് ഇങ്ങോട്ട് പോകുമ്പം മൊത്തം എത്ര ട്യൂബ് ഉണ്ട് ഇവിടെ? ഈ ഡയറക്ഷനിൽ ആദ്യം എത്ര എണ്ണം ഉണ്ട്? ഇവിടെ എല്ലാം കൂടെ എത്ര വരും? ഈ പറയുന്ന 95. നോക്കി, അത് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. സോ നോക്കി, ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിൽ മാസ് ഫ്ലോ റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എത്രയാണ്? മൊത്തം നമുക്ക് 95.5 അപ്രോക്സിമേറ്റ്ലി. ഈ പറയുന്ന ട്യൂബ് ഒരേ ഡയറക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ട്യൂബ് എല്ലാം തന്നെ എങ്ങോട്ട് തിരിയും? ഇങ്ങോട്ട് തിരിയും. ഇതാണ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ തിരിയും. ഈ പറയുന്ന 95 എണ്ണം എന്ത് ചെയ്യും? റിവേഴ്സ് ഡയറക്ഷൻ തിരിയും. അതായത് 95.5. എഗെയിൻ ഇതിനകത്തുള്ള തന്നെ വെള്ളം എന്ത് ചെയ്യും? ഒന്നും കൂടെ തിരിഞ്ഞ് എന്ത് വരും? ഈ 95 പിന്നെ തിരിഞ്ഞ് വരും അല്ലേ? ഇപ്പൊ 95 എഗെയിൻ ആയി. 95 എഗെയിൻ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും വെള്ളം തിരിഞ്ഞ് ഇതിനകത്തൂടെ വീണ്ടും വരും. അതായത് 95 പാസസ് എഗെയിൻ. ട്യൂബ്സ് അവിടെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പിന്നെയും ഈ പറയുന്ന 95
ട്യൂബ്സ് ഒന്നും കൂടെ വരും. അപ്പം ഒരാൾ ഈ സൈഡിൽ നോക്കുകയാണ്. ഇപ്പം ഇതെല്ലാം നടുക്കൂടെ കട്ട് ചെയ്തു. ഈ ഒരു സൈഡിൽ നിന്ന് ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ഹി ക്യാൻ സീ ദാറ്റ് 470 ട്യൂബ്സ് അല്ലെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ നോക്കും. പക്ഷെ ഈ ഡയറക്ഷനാണ്. എത്ര പാസ് ആണെന്ന് എപ്പോഴാണ് കിട്ടിയത്? അദ്ദേഹത്തിന് കിട്ടിയത് എപ്പോഴാണ്? അവസാനമാണ് കിട്ടിയത്. 5 പാസ്. ഒന്ന് ഇങ്ങോട്ട് പോയി, ദിസ് 1 പാസ്. തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ ഒന്നുകൂടെ പാസ് ചെയ്തു. ഏത്? ഈ പറയുന്ന നമ്മുടെ ഷെല്ലിനകത്തൂടെ ഒന്നും കൂടെ കറങ്ങി. പിന്നെയും എന്ത് ചെയ്തു? ഇത് തന്നെ പിന്നെയും കറങ്ങി ഇങ്ങോട്ട് വന്നു. ഈ പറയുന്ന 95 പിന്നെ എന്ത് ചെയ്തു? പിന്നെയും ഒന്നുകൂടെ വന്നു, പിന്നെയും വന്നു. എന്നിട്ടാണ് എന്ത്? ഔട്ട്ലെറ്റ് പോകുന്നത്. സോ ദിസ് ഈസ് മൈ ഇൻലെറ്റ് ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ലെറ്റ്. സോ മൈൻഡ് വാട്ട് ഈസ് നമ്പർ ഓഫ് ട്യൂബ്സ്? ടോട്ടൽ നമ്പർ ഓഫ് ട്യൂബ്സ് ഇത്രയാണ്. പക്ഷേ നമ്പർ ഓഫ് പാസസ് എന്ന് പറയുന്നത് എത്രയാണ്? 1, 2 ഇങ്ങോട്ട് വന്നു, 3 അഗെയിൻ, 4 ഇങ്ങോട്ട് പിന്നെയും വരുന്നു, 5 പിന്നെയും ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ 5 പ്രാവശ്യം ഈ പറയുന്ന ഷെല്ലിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനെ കുറിച്ചാണ് ഈ നമ്പർ ഓഫ് പാസസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. സോ ജസ്റ്റ് ഗൂഗിൾ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ. There you can say a number of tubes are provided. അപ്പം ഈ പറയുന്ന സാധനത്തിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4.75 അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് 1 പൈപ്പ്. 4.75 സംതിങ് ആണ് എന്ത് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്താൽ മതി ആ പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ലെങ്ത് എന്തുമാത്രമായിരുന്നു. നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 സംതിങ്. അതിന്റെ ഒരു 3 ഇരട്ടി ലെങ്ത് ഉള്ള ഒരു ലെങ്ത് പൈപ്പായിരിക്കും എന്ത് ഒരു ഡയറക്ഷൻ നിൽക്കുന്നത്. അങ്ങനെ എത്ര ട്യൂബ് ഉണ്ട്? 95 എണ്ണം ഒരു ഡയറക്ഷൻ തന്നെ ഉണ്ട്. മൊത്തം എത്ര എണ്ണം കാണും? 4.75 എന്ന് പറയുന്ന മൊത്തം എത്ര പൈപ്പ് കാണും? ഇപ്പോൾ 470 ട്യൂബ്സ് കാണും. സോ mind it, what is shell and tube heat exchanger? What is the term? Means n, number of tubes എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുക. രണ്ടാമത് നമ്പർ ഓഫ് പാസസ് ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കുക. This is one of the important problem. Don't leave this question. ഇത് മനസ്സിലിട്ട് പഠിക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ യു മേ ആസ്ക് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി. So mind it, what is this? Thank you.